നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് വളരെ നേരത്തെ വന്നൊരു ഫീച്ചർ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിന് മുകളിൽ ഒരു വോയിസ് ചിഹ്നം കാണാൻ സാധിക്കും. നിങ്ങൾ ആ പ്രൊഫൈലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും വോയിസ് ചാറ്റ് എന്നുള്ളത്. ഈ ഫീച്ചർ എങ്ങനെയാണ് ഉപയോഗിക്കുക, ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഫീച്ചറുകൾ എന്തൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പിൽ ഞാൻ എൻ്റെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ വോയിസ് ചാറ്റ് എന്നുള്ള ഭാഗം. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇത് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കും, സ്റ്റാർട്ട് വോയിസ് ചാറ്റ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇത് എനേബിളായി വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ വെയിറ്റിംഗ് ആണ്, അതായത് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതുപോലെ നോട്ടിഫിക്കേഷൻ മുകളിൽ കാണുന്ന പോലുള്ള നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. ഇത് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായി നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരുപാട് പേര്, ഇപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് 238 പേരുണ്ടെങ്കിൽ 238 പേരും ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പരസ്പരം സംസാരിക്കാൻ സാധിക്കും. അതായത് നമ്മൾ നേരത്തെ ക്ലബ് ഹൗസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ക്ലബ് ഹൗസ് എന്നുള്ള ഒരു ആപ്പ് വന്നതിന് ശേഷം പല ആളുകളും മീറ്റിങ്ങുകളൊക്കെ നടത്തിയിരുന്നത് ഇത്തരത്തിൽ വോയിസ് ചാറ്റിലൂടെ ആയിരുന്നു. അപ്പോൾ ആ ഒരു വോയിസ് ചാറ്റാണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വോയിസ് ചാറ്റിലൂടെ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലുള്ള മെമ്പർമാരുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റിംഗ് നടത്താൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത്തരത്തിൽ നമ്മൾ വോയിസ് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും നോട്ടിഫിക്കേഷൻ ശല്യം ഉണ്ടാകില്ല. നോട്ടിഫിക്കേഷൻ ഇല്ലാതെ തന്നെ ഇത് ഓൺലൈനിലുള്ള ആളുകൾക്ക് കണ്ട് ജസ്റ്റ് ജോയിൻ ചെയ്തുകൊണ്ട് വോയിസ് ചാറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഓരോ വ്യക്തികൾ സംസാരിക്കുമ്പം മറ്റു വ്യക്തികളെ ഓഫ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സംസാരിച്ച് ഒരു ചർച്ച നടത്താൻ, അതായത് ക്ലബ് ഹൗസ് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് കൊണ്ടുവന്ന ഫീച്ചറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ചാറ്റ് മീറ്റിങ്ങൊക്കെ നടത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കും. വാട്സപ്പിൽ വളരെ നേരത്തെ വന്ന ഒരു ഫീച്ചറാണ്. നമ്മളിതിനെക്കുറിച്ച് വീഡിയോ ചെയ്തില്ലായിരുന്നു, പല സുഹൃത്തുക്കളും ചോദിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.